Hello, welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് തന്നെ നമുക്ക് 100K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പം സപ്പോർട്ട് ചെയ്ത സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പം കുറച്ച് സമയം എടുത്തിട്ടുണ്ട് നമ്മൾ 100Kയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ചാനൽ തുടങ്ങിയിട്ടൊരു 2-3 കൊല്ലമായല്ലോ. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടാറില്ല. അപ്പോൾ ഇടാൻ വേണ്ടി എല്ലാവരും പറയലുണ്ട്. പക്ഷേ നിങ്ങൾക്ക് തന്നെ അറിയാം, ഡെലിവറി അങ്ങനെ ഒരു സ്റ്റോറി ആയിരുന്നു. അത് കഴിഞ്ഞ് ഇതാ രുക്വാവിൻ്റെ കഥ വേറൊരു കഥയാണ്. അപ്പോൾ അങ്ങനെ കുറേ ഇഷ്യൂസും ഇതും കാരണം എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല. പക്ഷേ ഇനി എന്തായാലും വീഡിയോസ് ഇടുന്നതായിരിക്കും ഗൈസ്. അപ്പം ഞാൻ വെറുതെ പറയില്ല, എനിക്ക് കുറേ മെസ്സേജസ് വരുന്നുണ്ട്. അപ്പം എനിക്കൊരു കണ്ടിന്യൂഷനിൽ ഇവർക്ക് പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മെയിനായിട്ട് നമ്മൾ PCOD അതേപോലെ വെയിറ്റ് ലോസിൻ്റെ വീഡിയോസ്, പിന്നെ വരുന്നത് രുക്വാവിൻ്റെ ഫുഡ് റൂട്ടീൻ കാര്യങ്ങൾ, അങ്ങനത്തെ വീഡിയോസ് എന്തായാലും എൻ്റെ ചാനൽ ഉണ്ടായിരിക്കും. ഇത് നിങ്ങൾക്ക് ഞാൻ തരുന്ന വാക്കാണ്. കാരണം 100K സബ്സ്ക്രൈബേഴ്സ് ആയി നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ചില്ലറയല്ല. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഹാപ്പി ന്യൂസ് പറയാം. ഹാപ്പി ന്യൂസ് എനിക്കാണ്, നിങ്ങൾക്ക് ഹാപ്പി ആണോ എന്ന് എനിക്കറിയില്ല. അപ്പം ഞാനിതാ ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് ഓൾമോസ്റ്റ് ഒരു 66-68 ആണ് മാക്സിമം വെയിറ്റ് പോയത്. അത് കഴിഞ്ഞൊരു 66 തന്നെയാണ് ഞാൻ സ്റ്റക്കായിട്ടുണ്ടായിരുന്നത്. അപ്പം കുറച്ച് ഡയറ്റും കുറച്ച് എക്സസൈസ് എടുക്കുന്ന സമയത്ത് ഒരു 64 അങ്ങനെയൊക്കെ ആവും. അല്ലാതെ വല്ലാതെ വെയിറ്റ് ഒന്നും ഞാൻ കുറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം കറണ്ട് വെയിറ്റ് വന്നിട്ട് 60 ആണ്. 6 kgൻ്റെ അടുത്ത് എനിക്ക് കുറഞ്ഞു ഗൈസ്. അതും വെറും ഒരു മാസത്തിനുള്ളിൽ കേട്ടോ. ഒരു മാസത്തിനുള്ളിൽ തന്നെ 6 kg ആണ് എനിക്ക് കുറഞ്ഞത്. ഒരു മാസം 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ ഒരു മാസം ആവും. കാരണം ഞാൻ ജിമ്മ് സ്റ്റാർട്ട് ചെയ്ത് ഡേറ്റും കൂടി നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ജിമ്മ് പോകുന്നത് ഞാൻ ഭർത്തുവിൻ്റെ കൂടെ ഇപ്പം ജിമ്മിൽ ആകെ എനിക്ക് തോന്നുന്നു 3 ദിവസമൊക്കെയാണ് ഞാൻ ജിമ്മിൽ പോയിട്ടുണ്ടാവുക. കാരണം ഒരു ദിവസം പോയി കഴിഞ്ഞാൽ ഭർത്തു അവിടെ ബോക്സിങ്ങിൻ്റെ ക്ലാസ് എടുക്കുന്നത് കൊണ്ട് എനിക്ക് ഞങ്ങൾ മോളെയും കൊണ്ടാണ് പോവുക. വീട്ടിൽ അച്ഛനും അമ്മയൊന്നും ഇല്ലായിരുന്നു. അപ്പം മോളെയും കൊണ്ട് പോകുന്ന സമയത്ത് വാവ അവിടെ കിടന്ന് ഓടി കളിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് പോയി എക്സസൈസോ കാര്യങ്ങളോ ചെയ്യാൻ പറ്റില്ല. കാരണം വാവ കളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു പ്രാവശ്യം തന്നെ നാവിന് സർജറി കഴിഞ്ഞല്ലോ. അപ്പം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ ഭർത്തുവിൻ്റെ ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്കും 9:30-10 മണിയാവും. നമ്മളൊരു 7 മണിക്ക് പോയാലും ആ ഒരു സമയമാവും. ഭർത്ത് ഫ്രീ ആയാലും മാത്രമാണ് എനിക്ക് കയറി എന്തെങ്കിലും എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ കുറച്ച് ദിവസം പോവും, കുറച്ച് ദിവസം പോവില്ല. അങ്ങനെ സ്റ്റുഡൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ കുറച്ചും കൂടി നേരത്തെ പോകുന്ന ദിവസമൊക്കെ ഞാൻ പോവും. കൂടി പോയൊരു 3-4 ദിവസം അത്രയും ഞാൻ പോയിട്ടുള്ളൂ കേട്ടോ. പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് രാത്രി ആണെങ്കിലും ഒരു അരമണിക്കൂർ സോങ് വെച്ച് ഡാൻസ് കളിക്കുകയെ എക്സസൈസ് ചെയ്യേ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഈ ഒരു വെയിറ്റ് ലോസ് ജേർണിയിൽ എന്നെ സഹായിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഇതിൻ്റെ കൂടെ തന്നെ PCOD കുറയ്ക്കാനും അതേപോലെ കൺസീവ് ആവാനും പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ട്രിക്സ്. കാരണം എൻ്റെ ഫ്രണ്ടിനെ ഞാൻ സജസ്റ്റ് ചെയ്തിട്ട് ആൾ ഫോളോ ചെയ്തിട്ട് ആളിപ്പോൾ കൺസീവ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി. അപ്പോൾ എന്തായാലും 2 സന്തോഷങ്ങളുണ്ട്. അപ്പം ഈ ഒരു കാര്യം ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും എഫക്റ്റ് ആയില്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ എഫക്റ്റ് ചെയ്യാൻ മതിയാവും. അതേപോലെ എൻ്റെ വെയിറ്റ് ലോസ് നിങ്ങൾക്ക് എന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഫേസ് ഫാറ്റും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് 6 kg ആണ് കുറഞ്ഞത്. അപ്പം എനിക്ക് പഴയ വെയിറ്റിലേക്ക് ഇനി എനിക്ക് തോന്നുന്നു 2-3 മാസം കൊണ്ട് തന്നെ ഞാൻ പഴയ ആളാകും. പഴയ ആളെന്ന് മീൻസ് എൻ്റെ പണ്ടത്തെ കോലം ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പം അതിനുവേണ്ടി ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ കൂടെ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചേഞ്ചസ് ഉണ്ടാവും. അപ്പം ഞാൻ ഫോളോ ചെയ്ത കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറയാം. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ വെയിറ്റ് ലോസ്, നിങ്ങളിപ്പോൾ കറക്റ്റ് നിങ്ങളുടെ വെയിറ്റ് ഇന്നിപ്പം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ വെയിറ്റ് ഒന്ന് നോക്കാം. വെയിറ്റും ഹൈറ്റും നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രയാണോ വെയിറ്റ് വേണ്ടതെന്നുള്ള ഒരു ഗോൾ എന്തായാലും വെക്കാം. അത് കഴിഞ്ഞ് ഡെയിലി രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ ബ്രീത്ത് ആ ഒരു എക്സസൈസ് അല്ലെങ്കിൽ ആ ഒരു സംഭവം ചെയ്യാം. അതൊരു 3 times മാത്രം ചെയ്താൽ മതി. കുറച്ച് നേരം ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ ഒരു 3 times ചെയ്യുക. എന്നിട്ട് എണീറ്റ് കഴിഞ്ഞാൽ ഒരു ബോട്ടിൽ വെള്ളം കുടിക്കാൻ പറ്റുന്നവർ ഒരു ബോട്ടിൽ വെള്ളം എങ്ങനെയെങ്കിലും മെല്ലെ സിപ്പ് ചെയ്തിട്ട് പല്ല് തേക്കാതെ തന്നെ കുടിച്ചു നോക്കാം. എനിക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 2 ഗ്ലാസ് അല്ലാണ്ട് കുടിക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി വരും. പക്ഷെ ചിലർക്ക് ഇത് പറ്റും. പോസിബിൾ ആയവർ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. PCOD PCOS അതേപോലെ വെയിറ്റ് ലോസിന് ആഗ്രഹമുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഒരു കുഞ്ഞു ബോട്ടിൽ മതി. അപ്പോൾ ഒരു ബോട്ടിൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ബ്രഷ് ചെയ്യാം. ബ്രഷ് ചെയ്തിട്ട് നമ്മൾ ഉണക്കമുന്തിരിയില്ലേ അതോ അല്ലെങ്കിൽ ചിയാ സീഡ് വാട്ടറോ കുടിക്കുക. ഞാൻ കുടിക്കുന്നത് ചിയാ സീഡ് വാട്ടറാണ്. ഉണക്കമുന്തിരി ഞാൻ കഴിക്കും, പക്ഷെ അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എണീറ്റപാട് ചിയാ സീഡ് ചെറിയ ചൂട് ഞാൻ അധികം ഒരു നല്ല ചൂടുള്ള വെള്ളത്തിൽ വെച്ചിട്ട്
ഒന്ന് സോക്കായി വരണമല്ലോ. അപ്പോൾ ഒരു ഇളം ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ ഒരു സ്പൂണ് ചിയാ സീഡ്, അതിൽ ഒരു ലെമൺ ഫുള്ള് ഞാൻ യൂസ് ചെയ്യും കേട്ടോ. ഒരു ലെമൺ അതേപോലെ ഹണി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ വെറും വയറ്റിൽ ബ്രഷ് ചെയ്ത പാട് കുടിക്കുന്ന ഡ്രിങ്ക്. അത് നല്ല അടിപൊളി റിസൾട്ട് തരുന്നുണ്ടെന്ന് എനിക്ക് ഭയങ്കര റിസൾട്ട് ഉണ്ട് കേട്ടോ. കാരണം ഭർത്തും ഞാനും ഒരുമിച്ചാണ് കുടിക്കുക. പക്ഷെ ഭർത്തുവിന് വലിയ എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷെ എനിക്ക് നല്ല എഫക്റ്റ് ഉണ്ട്. അപ്പം എല്ലാവർക്കും ഒന്നും ചിലപ്പം സക്സസ് ആയി എന്ന് വരില്ല. പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ ചിലപ്പം നിങ്ങൾക്ക് സക്സസ് ആവാൻ മതിയാവും. അത് നമ്മൾ എന്ത് ചെയ്യുക, കുടിക്കുക, ഒരു ഗ്ലാസ് കുടിക്കുക. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രം കഴിക്കുക. ഞാൻ അധിക ദിവസം കഴിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ മുസ്ലി ഇല്ലേ, മുസ്ലി, ഓട്സ് മുസ്ലി, പിന്നെ അതിൽ കുറച്ച് നട്ട്സ്, അതേപോലെ പംകിൻ സീഡ്സ്, സെസമി, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ടാണ് ഞാൻ മുസ്ലി കഴിക്കാറുള്ളത്. അല്ലെങ്കിൽ ഗോതമ്പ് ദോശ കേട്ടോ. അധിക ദിവസം ഗോതമ്പ് ദോശ ആയിരിക്കും ഞാൻ രാവിലെ ഉണ്ടാക്കുക. കാരണം ഭർത്തുവിന് ഓഫീസ് പോകുന്നതിന് മുന്നേ എന്തെങ്കിലും ദോശയും കറിയൊക്കെ ആക്കി കൊടുക്കണമല്ലോ. അപ്പം ഭർത്തുവിന് വേണ്ട നേരത്തെ പോകേണ്ട ദിവസമൊക്കെ ആണെങ്കിൽ ഞാൻ അധികം മുസ്ലിം ഗോതമ്പ് ദോശ അല്ലെങ്കിൽ മുസ്ലി ആണെങ്കിൽ ഒരു ചെറിയ പോർഷൻ എടുക്കും. ദോശ ആണെങ്കിൽ ഒരു ദോശ, അങ്ങനെ അതിൻ്റെ കൂടെ ഈ ക്യാരറ്റ് അങ്ങനത്തെ വെജിറ്റബിൾസ് എന്തെങ്കിലും, കുക്കുംബർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിക്കും. അത് കഴിച്ച് കഴിഞ്ഞാൽ ഈ ചിയാ സീഡ് തന്നെ നമുക്ക് വലിയ വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അധിക ദിവസം ഞാൻ ചിയാ സീഡ് തന്നെയാണ് കുടിക്കാറുള്ളത്, ഈ ഡ്രിങ്ക് കേട്ടോ. നമ്മൾ നല്ലോണം ഷേക്ക് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് കട്ട പിടിച്ചു കേട്ടോ. ചിയാ സീഡ് നമ്മൾ ഇടുന്ന സമയത്ത് തന്നെ നല്ലോണം മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ട് തന്നെ നിൽക്കണം. അപ്പം അത് കുടിച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഈ മുസ്ലി കഴിക്കും. മുസ്ലി കഴിച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ കുക്കുംബറൊക്കെ കട്ട് ചെയ്ത് വെക്കും. നിങ്ങൾ എന്ത് ഫുഡ് കഴിക്കുകയാണെങ്കിലും കുക്കുംബർ, ഇനിയിപ്പോൾ നല്ല ഹെവി ആയിട്ട് ഫുഡ് കഴിക്കുകയാണെങ്കിലും നല്ലോണം കുക്കുംബർ, അതേപോലെ ക്യാപ്സിക്കം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റ് ഡെപ്പോസിറ്റ് അധികം വരില്ല കേട്ടോ. എനിക്ക് വന്ന ചേഞ്ചസ് ആണ് ഞാൻ പറയുന്നത്. ഞാൻ കുക്കുംബർ എപ്പോഴും കട്ട് ചെയ്ത് വെക്കും. ഞാൻ പണിയെടുക്കുകയാണെങ്കിലും വെറുതെ അതിലേ നടക്കുകയാണെങ്കിലും ഒന്നെടുത്ത് കഴിക്കും, അങ്ങനെ കഴിക്കും. അതേപോലെ വെള്ളം ഇപ്പം മഴ പെയ്തതുകൊണ്ട് കുറച്ച് മടിയാണ് വെള്ളം കുടിക്കാൻ. ചൂടായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, നല്ലോണം വെള്ളം കുടിക്കും. ഞാൻ ഈ ലെമൺ നല്ലോണം ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഒരു ബോട്ടിൽ വെള്ളത്തിലിട്ട് വെക്കും. അതിലേക്ക് കുറച്ച് ഇഞ്ചി, അതേപോലെ തന്നെ ഈ സാധനമല്ലേ കറാമ്പട്ടല്ലേ, ആ പട്ടയും കൂടി ഞാൻ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് ഇടിച്ചിട്ട് ആ ബോട്ടിൽ ചൂടുവെള്ളത്തിലിട്ട് വെക്കും. എന്നിട്ട് ഈ വെള്ളമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക കേട്ടോ. ഫസ്റ്റ് ടൈമൊക്കെ എനിക്ക് നെഞ്ച് നീറുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് യൂസ്ഡ് ആയിട്ടോ. എനിക്ക് തോന്നുന്നു ഈ ലെമണിൻ്റെ ഒക്കെ ആയിരിക്കും. ചിലർക്ക് നാരങ്ങ കുടിച്ചാൽ തന്നെ ഉണ്ടാവുമല്ലോ, അസിഡിറ്റി ഒക്കെ ഉള്ളവർ. അപ്പം അങ്ങനെയുള്ളവർ ശ്രദ്ധിച്ചിട്ട് കുടിക്കുക. അപ്പം ഞാൻ അത് കുടിക്കും. അല്ലെങ്കിൽ നോർമൽ വാട്ടർ തന്നെ മതി, ഒരു 2-3 ലിറ്റേഴ്സ് എന്തായാലും മിനിമം അതെങ്കിലും കുടിക്കണം. അപ്പം ഞാൻ അങ്ങനെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഈ രാവിലെ ദോശ ഉണ്ടാക്കാത്ത ദിവസമാണെങ്കിൽ ഉച്ചയ്ക്ക് ദോശ ഉണ്ടാക്കും, അല്ലെങ്കിൽ രാവിലെ ദോശ ഉണ്ടാക്കുന്ന ദിവസമാണെങ്കിൽ ദോശ തന്നെ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും കറി, ചെറുപയറോ മമ്പയറോ അങ്ങനെ എന്തെങ്കിലും ഒരു അവയ്ക്കും കൂടി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അതും കൂടി ഉണ്ടാക്കും. എനിക്കും കൂടി വേണ്ട പോർഷൻ ഉണ്ടാക്കും. ബാക്കി ഇപ്പോൾ തേങ്ങ അങ്ങനെ കാര്യങ്ങളൊക്കെ ഓവറായിട്ട് എന്തെങ്കിലും ചേർക്കുന്നുണ്ടെങ്കിൽ ഞാൻ അത് അവോയ്ഡ് ചെയ്തിട്ട് വെറും റോ ആയിട്ട് വേവിച്ചത് മാറ്റി വെക്കും എനിക്ക് വേണ്ടിയിട്ട്. ഞാൻ ഓവർ സ്പൈസി ഫുഡൊക്കെ ഞാൻ ഒഴിവാക്കി. ജങ്ക് ഫുഡ്, നമ്മൾ പുറത്തുനിന്നുള്ള ഭക്ഷണമൊക്കെ അധികം ഒഴിവാക്കി. എപ്പോഴെങ്കിലും ക്രേവിങ്സ് വരുന്ന സമയത്ത് കഴിക്കും എന്നല്ലാതെ ഞാൻ കഴിക്കുകയില്ല. പിന്നെ ഷുഗർ, ഞാൻ ഈ ഒരു മാസമായിട്ട് ചായ കുടിക്കാറേ ഇല്ല. മീൻസ് ഇനി എങ്ങാനും ചായ കുടിക്കാൻ തോന്നിയാൽ പഞ്ചസാര ഇടാതെ ഒരിത്തിരിയൊക്കെ, നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസിൻ്റെ ഇഷ്യൊക്കെ തോന്നില്ലോ. അപ്പം എനിക്കൊരു സമാധാനം, ഒരു ഇത്തിരി കട്ടൻ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഒരു സമാധാനം. അതുകൊണ്ട് ഇത്തിരിയൊക്കെ അത്രയും ആഗ്രഹം തോന്നുമ്പോൾ മാത്രം ഞാൻ കുടിക്കും. അല്ലെങ്കിൽ ഞാൻ അധികം കുടിക്കലില്ല കേട്ടോ. ഇപ്പം ചായ കുടിക്കലേ ഇല്ല, അതാണ് സത്യം. എപ്പോഴെങ്കിലും എന്തെങ്കിലും ചക്ക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചാൽ ഒരിത്തിരി മാങ്ങ കഴിച്ച് ഞാൻ കട്ടൻ ചായ കുടിക്കും. അത് മധുരം ഇടാതെ കേട്ടോ. മധുരം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഒഴിവാക്കി. ഈ ജ്യൂസൊക്കെ ആണെങ്കിലും നമ്മൾ പുറത്തൊക്കെ പോയി കുടിക്കുന്ന സമയത്തും ഷുഗർ വേണ്ട പറഞ്ഞിട്ട് ഞാൻ അത്രയും ഒഴിവാക്കി. പക്ഷെ ഐസ്ക്രീമൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സ് പോവും. പക്ഷെ നമുക്ക് വേണം എന്നുള്ളൊരു ആഗ്രഹം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വേണ്ടാന്ന് വെക്കും. അപ്പോൾ അത് ഞാൻ ഒഴിവാക്കി. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഈ ഡയറ്റൊക്കെ എടുക്കുന്ന ആൾക്കാർ അധികം 6 മണിക്ക് ശേഷം രാത്രിയൊക്കെ ഫ്രൂട്ട്സ് കഴിച്ച് കിടക്കും. ആ ഒരു കാര്യം ഞാൻ ഒഴിവാക്കി. ഞാൻ ഈ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ മാംഗോ സീസണൊക്കെ ആയതുകൊണ്ട് അധികം മാംഗോസ് ഞാൻ കഴിക്കും. മീൻസ് മാംഗോ ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്, ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നത് നല്ല. ഒരു 6 മണിക്ക് അല്ലെങ്കിൽ 7 മണിക്ക് മുന്നേ തന്നെ ഞാൻ എന്ത് ചെയ്യും, ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് സ്റ്റോപ്പ് ചെയ്യും. കാരണം ഈ ഷുഗർ ലെവൽ കൂടാൻ വേണ്ടിയിട്ട് ഇത് ഒരു കാരണമാവും. ഈ PCOD ഉള്ളവർക്കൊക്കെ ഇൻസുലിൻ്റെ ഒരു ബാലൻസ് ആവണമെങ്കിൽ നിങ്ങൾ 6 മണിക്ക് ശേഷം
ഒഴിവാക്കാം. ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നത് ഒഴിവാക്കാം. പിന്നെ ഈവനിങ് ഫുഡ് അല്ല നൈറ്റ് ഫുഡ് നമ്മളൊരു 7 മണി മാക്സിമം ഒരു 7 മണിക്ക് മുന്നേ തന്നെ കഴിക്കുക. ഞാൻ അധികവും മഗ്നീഷ്യം അടങ്ങിയ ഫുഡ് കഴിക്കും. മഗ്നീഷ്യം, സിങ്ക്, വൈറ്റമിൻ ഡി ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇൻസുലിനൊക്കെ ബാലൻസ് ആവും. പിന്നെ ഷുഗർ ക്രേവിങ്സ് കുറയും. അപ്പം ചീര, അതേപോലെ തന്നെ ഓട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുക. അത് ഓവറായിട്ട് കഴിക്കാനല്ല. പിന്നെ മെയിനായിട്ട് നിങ്ങളിപ്പം പ്രഗ്നൻസിയൊക്കെ കൺസീവ് ആവാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളിപ്പോൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും കുറച്ച് ഫേമസ് ആയിട്ടുണ്ടാവും സംഭവം. ഈ നമ്മുടെ സൺഫ്ലവർ സീഡ്, പംകിൻ സീഡ്സ്, ഈ സാധനങ്ങളൊക്കെ, ഫ്ലാക്സ് സീഡ്, പിന്നെ നമ്മളെ സെസമേല് അതും കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് വെയിറ്റ് ലോസിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും എല്ലാത്തിനും നല്ല ഡിഫറൻസ് ഉണ്ടാവും. നിങ്ങളത് കഴിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി റോസ്റ്റ് ചെയ്തിട്ട് പൗഡർ ആക്കുക. എന്നിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുടിക്കാം. അതിപ്പോൾ ഒരു 11 ഒക്കെ ആകുമ്പോൾ രാവിലെ ആ ഒരു ടൈമിൽ കുടിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ നിങ്ങൾക്ക്. പിന്നെ ഇളംവെയിൽ കൊള്ളാൻ ശ്രമിക്കുക. വൈറ്റമിൻ ഡെഫിഷ്യൻസി നല്ല രീതിക്ക് ഈ PCOD ഉള്ള ആൾക്കാർക്ക് ഉണ്ടെന്നാണ് സയൻറ്റിഫിക്കലി പറയുന്നത്. സോ നിങ്ങൾ വെയിൽ കൊള്ളുക. അങ്ങനെ ചെയ്താൽ തന്നെ കുറേ ഡിഫറൻസ് വരും. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് എക്സസൈസ്. അത് മസ്റ്റാണ്. അതിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എക്സസൈസ് ആയിട്ട് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് യോഗേൻ്റെ ഒക്കെ വീഡിയോസ് ഉണ്ട്. യോഗയൊക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ വെയിറ്റ് ലോസ് ഉണ്ടാവുമെന്ന് അതും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ചെയ്യുന്നത്, ഞാൻ ഏതെങ്കിലുമൊക്കെ പാട്ട് വെച്ച് ഞാൻ തുള്ളി ഡാൻസ് കളിക്കും. എനിക്ക് എക്സസൈസ് അത് ചെയ്യുമ്പോൾ എന്തോ വലിയ ഹെവി ആയിട്ടുള്ള എന്തോ ചെയ്യുന്ന പോലെയാണ്. പക്ഷെ ഡാൻസ് നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. വലിയ ഡാൻസ് കളിക്കാത്ത അറിയാത്ത ആൾക്കാർക്കും ഒരു രസം. നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഡാൻസ് ചെയ്യുക. പിന്നെ ഈ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഹെവി ബ്രസ്റ്റ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ നല്ലൊരു സ്പോർട്സ് ബ്രാ യൂസ് ചെയ്യണം. ഒരു സപ്പോർട്ടിന്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇത് കിട്ടൂല. അപ്പം ഞാൻ അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ എക്സസൈസും കാര്യങ്ങളും ചെയ്യുക. എക്സസൈസ് അല്ല, ഡാൻസ് ചെയ്യാറുള്ളത്. ഞാൻ രാത്രിയാണ് ചെയ്യുക. രുക്കുവാവ് ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ടൈം കിട്ടും. അല്ലാതെ രുക്കുവാവ് രാവിലെയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് എണീക്കും. പക്ഷെ നൈറ്റ് ഉറങ്ങിക്കഴിഞ്ഞാൽ ആൾ ഉറങ്ങിയ പോലെ തന്നെയാണ്. അപ്പോൾ രാത്രിയാണ് ഞാൻ ചെയ്യുക. കാരണം ഭർത്തു ജിമ്മിലും പോകും. അപ്പോൾ റൂമിൽ നിന്ന് എനിക്ക് ഭയങ്കര പ്രൈവസിയാണ്. സോ ഞാൻ രാത്രി ഈവനിങ്ങിൽ വർക്കൗട്ട് ചെയ്യുന്നത് കുറച്ചും കൂടി എഫക്റ്റീവാണ് രാവിലത്തേനേക്കാളും. സോ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്ത് ഒരു മാസം അല്ലെങ്കിൽ ഒരു 2 ആഴ്ച ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എനിക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. വെയിറ്റ് ലോസിനാണെങ്കിലും PCODക്ക് ആണെങ്കിലും എല്ലാത്തിനും ഈ കാര്യങ്ങൾ മൊത്തം ചെയ്യണം. അത് നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളം, ഈ കുക്കുംബറും ലെമണും ഒക്കെ കട്ട് ചെയ്ത് ഇത്തിരിയാണെങ്കിൽ ചിയാ സീഡൊക്കെ ഇടാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കേട്ടോ. എനിക്ക് അല്ലാതെ കുടിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിയാ സീഡ്. പിന്നെ ഓവർനൈറ്റ് ഓട്സ് ആണെങ്കിലും ഓക്കെയാണ്. ഞാൻ ഇടയ്ക്ക് ഈ മുസ്ലിയില്ലേ, നമ്മൾ ഈ മുസ്ലി ചെറിയ ചൂടുള്ള പാലിലേക്ക് ചിയാ സീഡ് ഉണ്ട്, മുസ്ലി ഇടും. പിന്നെ എന്തെങ്കിലും ക്രഷ് ചെയ്യാൻ ഉള്ള നട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് അത് കുറച്ച് നല്ല ഹെവി ആയിട്ട്, എനിക്കിപ്പം ഭയങ്കര ക്ഷീണം, കുറേ പ്രാവശ്യം ഫീഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ക്ഷീണം വരുമല്ലോ. അപ്പം അത് കുടിച്ച് കഴിഞ്ഞാൽ നല്ല ഫില്ലിങ്ങും ആണ്, നല്ല അടിപൊളിയാണ്. നമ്മളെ സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ല സാധനം ആകുമ്പോൾ നമ്മൾ ഡയറ്റ് എടുക്കാൻ തോന്നില്ലല്ലോ. പക്ഷെ അത് കഴിക്കുക. പിന്നെ പ്രോട്ടീൻ നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ. എഗ് വൈറ്റ്, ചിക്കൻ ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. അതൊക്കെ ഈ സ്റ്റാർച്ച്, ഈ ചോറ് കാര്യങ്ങളൊക്കെ കുറച്ചിട്ട്, ചപ്പാത്തി ആണെങ്കിലും മാക്സിമം ഒരു 1.5, വിശപ്പ് അത്രയും ഉണ്ടെങ്കിൽ 1.5, ഒരു ചപ്പാത്തി, ബാക്കി വെജീസ് ആണെങ്കിലും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതലൊന്നുമില്ല. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഇത്രയും ഞാൻ ചെയ്തിട്ടാണ് എനിക്ക് റിസൾട്ട് വന്നത്. നിങ്ങൾ ഇത് നിർബന്ധമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ചേഞ്ച് ഉണ്ടാവും. ചെയ്തിട്ട് എന്തായാലും റിസൾട്ട് വന്ന് പറയാം കേട്ടോ. അപ്പോൾ അത്രയാണ്. അപ്പോൾ കൺസീവ് ആവാനും ഈ 4 സീഡ്സ് ഒന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്തിട്ട് പൗഡറാക്കി വെക്കുക. നിങ്ങൾ ഡെയിലി ഒരു സ്പൂണ് ചെറിയ ഹോട്ട് വാട്ടറിലിട്ട് ഇതാക്കിയിട്ട് കുടിക്കുക. അതും അടിപൊളി റിസൾട്ടാണ്. പിന്നെ ഈ സോക്ക് ചെയ്യുന്ന ഓട്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ പാടൊക്കെ കളഞ്ഞ് നല്ല കുറച്ച് വെള്ളം ചേർത്ത പാലായാലും അത്രയും നല്ലത്. ഓവർ കൊഴുപ്പ് ഈ ഡയറി പ്രൊഡക്ട്സ്, ഈ PCOD ഉള്ള ആൾക്കാർക്കൊന്നും അത്ര നല്ലതല്ല. അതുകൊണ്ടാണ്. പിന്നെ ഈ ഡാർക്ക് ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്, ഇൻസുലിൻ്റെ എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയാണ്. അപ്പോൾ അടുത്ത വീഡിയോ വെച്ച് വരുന്നത് ചാറ്റ. അപ്പോൾ എന്തൊക്കെ വീഡിയോസ് വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഡെഫിനറ്റ്ലി ഞാൻ ചെയ്തിരിക്കും. ഇതിൻ്റെ വാക്കാണ്. കാരണം നമ്മൾ 100K സബ്സ്ക്രൈബേഴ്സ് അത്രയും നിങ്ങൾ എന്നെ വിശ്വസിച്ച് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഞാൻ അതിനുള്ളത് കാണിക്കണ്ടേ. അപ്പം നിങ്ങൾ എന്തായാലും എന്തൊക്കെ വീഡിയോസാണ് വേണ്ടതെന്ന് പറയാം. അപ്പോൾ അടുത്ത വീഡിയോ വെച്ച് വരുന്നത് ചാറ്റ.